ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള നമ്മുടെ ചിക്കനാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 2 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ അതിനു വേണ്ടി 3 ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ വേണം ഇതിന് അരിയാൻ വേണ്ടിയിട്ട്, ചെറിയ ക്യൂബ്സ് ആയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 സവോളയും അതും ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പൗഡർ. പിന്നെ ഒരു 3 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കണം. അതിനുവേണ്ടി 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് കുക്കറിൽ ഒരു വിസിലടിക്കാൻ. അങ്ങനെ വിസിൽ അടുപ്പിച്ചെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ചിക്കന്റെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചിക്കനെ വിസിലടിപ്പിക്കുന്നത്. അപ്പോൾ ആ ചിക്കന്റെ വെള്ളം നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് നമ്മുടെ ഈ ചില്ലി ചിക്കൻ കറി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒഴിക്കാനുണ്ട്. അപ്പം നമുക്കപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യുകയും കൂടെ വേണം. അപ്പം നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചു. വെള്ളം മാറ്റി ചിക്കനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാവരുടെ ഒന്ന് എത്തക്കത്തെ രീതിയിൽ നമ്മളൊന്ന് തട്ടി കൊടുക്കുക. ചൂടുള്ളതുകൊണ്ട് കൈയിട്ട് പെട്ടെന്ന് കുഴയ്ക്കാൻ നോക്കണ്ട, കൈ പൊള്ളിപ്പം. അപ്പം അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം നല്ലപോലെ മൂപ്പിക്കണം കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നമ്മൾ ഈ മറ്റു കറികളൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് വഴറ്റി കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഇതൊന്ന് സെപ്പറേറ്റ്, അതായത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സവോള എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഈ പറഞ്ഞ പോലെ ഒരുപാട് വെന്തുടഞ്ഞു പോവണ്ട. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പച്ചക്കളറൊക്കെ ഒന്ന് കുറച്ച് ഡള്ളായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് കറക്റ്റ് പാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുമ്പോഴത്തേക്കിന് നല്ലപോലെ പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടും. അന്ന് ഒരുപാട് നമുക്ക് ഉഴഞ്ഞ് വേവിച്ച്, അതായത് വഴറ്റിയെടുക്കാൻ വേണ്ട. അതേ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു. ആ സമയത്ത് നമ്മൾ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മറ്റൊരു പൗഡർ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ കച്ചപ്പോട് ഇതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഈ പച്ച മണവും ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി അതൊന്ന് സെറ്റ് ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക, എല്ലായിടത്തും എത്തക്കത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആദ്യത്തെ ചിക്കന്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ എടുത്തിതിനകത്ത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ടൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല, നമുക്കത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഈ വെള്ളം ഈ ചിക്കനും ഈ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലവർ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡറിലേക്ക് നമ്മളൊരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നീട്ടണം കേട്ടോ. ഒന്ന് വെള്ളമാക്കി നീട്ടിയിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യമേ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് ഭയങ്കര തിക്കായിപ്പം, പിന്നെ ഒട്ടും ചാറില്ലാതെ കട്ടിയായിട്ട് പോകും. അപ്പം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോഴത്തേക്കിന് നമ്മൾക്കിത് സെറ്റാവും. എന്നിട്ടൊരു 2-3 കഷ്ണം ചെറിയ വെളുത്തുള്ളി കൊത്തി കൊത്തി അരിഞ്ഞിൻ്റെ മണ്ടയ്ക്കിട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാവും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ഒരുപാട് സോസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ റൈസിൻ്റെ കൂടെ ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.